ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇന്ന് രണ്ട് റീഡിങ്ങും റിലേറ്റഡ് ആയിട്ട് എടുക്കാൻ പോകുന്നു. ഒന്ന്, ആദ്യത്തെ ഇപ്പോഴത്തെ ഗൈഡൻസ് മെസ്സേജിൽ ഇത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോൾ, ആത്മാവ്. ഓക്കെ, അത് ആത്മാവ് ഇപ്പോൾ എന്താ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക്, ആത്മാവിൻ്റെ ഗ്രോത്തിന് നമ്മൾ പറയില്ലേ, ഒരു പ്യുവർ ആവാം എന്ന രീതിയിൽ നമ്മൾ പറയാം. ഓക്കെ, നമ്മൾ ഒരു മോക്ഷത്തിലേക്കുള്ള ഒരു വഴി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഉള്ളിലിരുന്ന് എന്തോ പറയുന്നുണ്ട്, എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ചിലപ്പോൾ നമ്മളെ തൃപ്തിപ്പെടുത്തില്ല. ഓക്കെ, കാരണം അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സോൾ വേറെ എന്തോ ആണ് ആഗ്രഹിക്കുന്നത്. സോ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ഞാൻ കൂടുതൽ സ്പിരിച്വൽ ടോക്കിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് സോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു സോൾ ലെസൺ എടുക്കാം നമുക്കിന്ന്. ഓക്കെ, നിങ്ങളുടെ സോൾ നിങ്ങളോട് എന്താ പറയുന്നത്? ഇത് മേജർ ആർക്കാന മാത്രമാണ്. സോ ഇതിൽ നമുക്ക് കുറച്ച് നല്ല മെസ്സേജസ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ സോൾ ഗ്രോത്തിന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതിൽ കൂടുതൽ കാർഡ്സ് എടുക്കുന്നില്ല ഞാൻ, വളരെ കുറവെടുത്താൽ മതി എന്നൊക്കെ പറയാനുണ്ടാവും. ഓക്കെ, ബ്യൂട്ടിഫുൾ കാർഡ്സ്, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ മേജർ അർക്കാന. ഈ മേജർ അർക്കാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഈ കാർഡ്സ് നമ്മുടെ ലൈഫിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെയാണ് കാണിക്കുക എന്നാണ്. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കാൻ ചേർന്നാലേ ആക്ച്വലി അത് മനസ്സിലാവുള്ളൂ. എനിവേ, ഇതെന്തായിരുന്നു? ഓക്കെ. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ജസ്റ്റിസ് ആണ്, ന്യായമാണ്. ഓക്കെ, ന്യായം, ജസ്റ്റിസ്, ബാലൻസ്. നിങ്ങളുടെ സോൾ വല്ലാതെ ക്രേവ് ചെയ്യുന്നുണ്ട് എന്ന് പറയില്ലേ, ഒരു സോൾ ക്രേവിങ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അത്രയും ലൈക്ക് എനിക്കെന്താ ന്യായം കിട്ടാത്തത്, എന്തുകൊണ്ട് എനിക്ക് ന്യായം കിട്ടുന്നില്ല, എന്തുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം എല്ലാം കിട്ടുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് നിന്നായിരിക്കാം, ഏതെങ്കിലും ഓഫീസിലോ ജോലി സ്ഥലത്തോ നിങ്ങളുടെ ഫാമിലിയിലോ മറ്റുള്ളവരെ മുമ്പിലോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, സാഹചര്യങ്ങൾ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. പക്ഷെ എവിടുന്നോ നിങ്ങൾക്ക് ന്യായം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് എനിക്ക് ആക്ച്വലി സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നല്ല റീഡിങ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. സോ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ? ഞാൻ സോറി, കുറച്ച് ക്ഷമിക്കുക, ഫാസ്റ്റ് ആക്കിയിട്ട് കേട്ടോളൂ, വേറെ നിർത്തിയില്ല. ഞാൻ വളരെ സ്ലോ ആണ് ഒന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്, അതായത് എവിടുന്നോ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ ആയിരിക്കാം, നിങ്ങളൊരു ന്യായം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിനോട്, ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കിടന്ന് ചോദിക്കുന്നുണ്ട്, കരഞ്ഞ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം, എന്തുകൊണ്ട് എനിക്ക് ന്യായം കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എന്ത് തെറ്റാണ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് മാത്രം ഈ ഒരു അനീതി, എന്തുകൊണ്ടാണ് എന്നോട് മാത്രം ഈ ഒരു ന്യായം ചെയ്യാത്തത് എന്ന് നിങ്ങൾ പലതവണ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് തന്നെ നിങ്ങളുടെ സോൾ ചോദിക്കുന്നുണ്ട്, എന്നോട് നീതി ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മീൻസ് ഭഗവാനോടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലിരുന്നിട്ട് ആ ഒരു ജസ്റ്റിസിൻ്റെ ആഗ്രഹം, അതാണ് ഇവിടെ ഏറ്റവും അധികം എനിക്ക് കാണുന്നത്. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് ആ ജസ്റ്റിസ് ആണ്, ന്യായമാണ്, ബാലൻസ് ആണ്. അതായത് നിങ്ങൾ അങ്ങോട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തോ അതുപോലെ തിരിച്ചു കിട്ടുക. നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സ്നേഹം തിരിച്ചു കിട്ടുക. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തിരിച്ച് കെയർ കിട്ടുക. അതൊരു അത്യാഗ്രഹമോ ഒരു സെൽഫിഷ്നെസ്സോ അല്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പോലെ എന്തുകൊണ്ട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് എന്നോടും എനിക്ക് വേണ്ട പോലെ എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അത് നമ്മളൊരു അത്യാഗ്രഹമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതൊരു എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന എന്തെങ്കിലും തിരിച്ച് കിട്ടാൻ പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെയല്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ മാത്രം എപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് തിരിച്ച് അതേപോലെ കിട്ടുന്നില്ല. ഇവിടെ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തട്ടിൻ്റെയും പറയില്ലേ, ഇപ്പോൾ ബാലൻസിലല്ല നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളെപ്പോഴും അങ്ങോട്ടായിരിക്കും ചെയ്യുന്നത് കൂടുതൽ, നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും നിൽക്കുന്നത്. നിങ്ങളെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ സോൾ ഇപ്പോൾ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഡബിൾ കാർഡ് വരുന്നുണ്ട്, ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇവിടെ ഇനി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ന്യായം കിട്ടണമെങ്കിൽ, ഈ ജസ്റ്റിസ് നിങ്ങൾക്ക് വരണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ
ടവർ മൊമെന്റ് വരണം. ഓക്കെ, ടവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മറിയണം. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ വരണം, നിങ്ങളിലാണ് മാറ്റം വരേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ പുറമേയുള്ള സിറ്റുവേഷൻ സാഹചര്യം മാറും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, നിങ്ങൾ മാറുമ്പോൾ പുറമേയുള്ള സാഹചര്യങ്ങൾ മാറും, അങ്ങനെയാണ്, അത് മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങൾ മാറും എന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല. ആ ഒരു തെറ്റായ ചിന്ത നിങ്ങൾ തിരുത്താം. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് മാറ്റങ്ങളുടെ തുടക്കം, നിങ്ങളിൽ നിന്നാണ് മാറ്റങ്ങളുടെ തുടക്കം. അത് നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളുടെ ചിന്ത മാറുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ മാറും, ആ പ്രവൃത്തികൾ മാറുമ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് മാറും, ആക്ഷൻസ് മാറുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ചേഞ്ചസ് കാണാൻ പറ്റുക, പുറമേ ചേഞ്ചസ് കാണാൻ പറ്റുക. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം വളരെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ബോറടിച്ചാലും സാറിൽ നിങ്ങൾ ഫാസ്റ്റാക്കി കേട്ടോളൂ. ഓക്കെ, നിങ്ങൾ ആദ്യം മാറുക. ഫസ്റ്റ് ചേഞ്ച് യുവർ സെൽഫ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ മാറ്റാം. ഓക്കെ, അത് മാറ്റുമ്പോൾ നിങ്ങളെ ആക്ഷൻസ് മാറും. ഓക്കെ, ആദ്യം ചിന്തകൾ മാറും, ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ആക്ഷൻസ് മാറും, ആക്ഷൻസ് മാറുമ്പോഴാണ് നിങ്ങളുടെ പുറമേ ഉള്ള സാഹചര്യങ്ങൾ കൂടി മാറി വരുന്നത്. ഓക്കെ, ഇത് ഓർമ്മ വയ്ക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടോളൂ, ബാക്ക് അടിച്ച് വീണ്ടും കേട്ടോളൂ. ഓക്കെ, ഈ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങൾ ഇതിന്റെ കോട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു മാറ്റം വരാനുള്ള സമയമായി എന്നാണ് നിങ്ങളുടെ സോൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു ന്യായം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം, നിങ്ങൾ തന്നെ മാറണം ആദ്യം. ഓക്കെ, നിങ്ങൾ ഒരാളിൽ നിന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എപ്പോഴും നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ മാറ്റം കൊണ്ടുവരാം. ഓക്കെ, വേറെ ആൾ എന്നെ മനസ്സിലാക്കും, വേറെ ആൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, ഞാൻ അങ്ങോട്ട് ചെയ്ത് കണ്ടിട്ട് അവരെന്നെ മനസ്സിലാക്കി ഇങ്ങോട്ട് മാറും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളായിട്ട് തന്നെ മാറണം. എന്ന് വെച്ചാൽ ഒരിക്കലും തിരിച്ചവരെ വേദനിപ്പിക്കുക എന്നുള്ളതല്ല ആ ഒരു പോയിന്റ്. ഞാൻ ഇവിടെ ഒരിക്കലും അത് എൻകറേജ് ചെയ്യില്ല, അങ്ങനെയല്ല പറയുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളെ ചൂസ് ചെയ്യൂ. ഓക്കെ, യു ചൂസ് യുവർ സെൽഫ്. വേണ്ട, അതൊന്നും വേണ്ട, നിങ്ങൾ ഭഗവാനെ ചൂസ് ചെയ്യൂ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ യൂണിവേഴ്സിനെ ചൂസ് ചെയ്യൂ, നിങ്ങളുടെ ഡിവൈനെ ചൂസ് ചെയ്യൂ, നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു ആ ദൈവത്തിനെ നിങ്ങൾ ചൂസ് ചെയ്യൂ, ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ അവനവനെ പോട്ടെ. എനിക്കറിയാം എല്ലാവരും പറയും എന്നെ ചൂസ് ചെയ്താൽ അത് സെൽഫിഷായി പോവില്ലേ എന്നുള്ളത് പറയാം, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ബട്ട് നിങ്ങൾ ദൈവത്തിനെ ചൂസ് ചെയ്യൂ. ഓക്കെ, നിങ്ങളിലുള്ള ഒരു ദൈവിക തത്വം എന്ന് പറയില്ലേ, ദൈവിക അംശം നിങ്ങളിലുണ്ട്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഓക്കെ, എന്താണെന്നറിയില്ല. ഓക്കെ, നിങ്ങളിലുള്ള ദൈവിക അംശം, ആ ദൈവിക അംശത്തിനെ നിങ്ങൾ റെസ്പെക്ട് കൊടുക്കുക, അതിനെ നിങ്ങൾ കെയർ ചെയ്യുക, അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് നമ്മളെല്ലാവരുടെ ഉള്ളിലും ദൈവിക അംശമുണ്ട്, വേറെ വ്യക്തിയിലും ഉണ്ടാവും. സോ അതുകൊണ്ട് നമ്മൾ അവർക്ക് റെസ്പെക്ട് കൊടുത്ത് അവരെ നമ്മൾ തിരിച്ച് വേദനിപ്പിക്കാനും നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പക്ഷെ അവനവൻ്റെ ഉള്ളിലുള്ളതിനെ ആദ്യം തിരിച്ചറിയാം. ഓക്കെ, അതിന് റെസ്പെക്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ അവനവനെ ചൂസ് ചെയ്ത് തുടങ്ങുക എന്നാണ്. ആ മാറ്റം നിങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ലാത്തത്, ഡെവിൾ അവിടേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചില പേടികളായിരിക്കാം, നിങ്ങളുടെ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, ചില വ്യക്തികളുടെ ആയിരിക്കാം, എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടാവാം. നിങ്ങളുടെ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഡ്രിങ്കിങ്, സ്മോക്കിങ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. മേ ബി കുറച്ച് പേർക്ക് അതുമൊക്കെ വരാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുകളയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഓക്കെ, അതിനെ നിങ്ങൾ വിട്ടുകളയാനുള്ള സമയമായി, ആ ചേഞ്ചസ് വരുത്താനുള്ള സമയം ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയാൻ തുടങ്ങി, മതി, ഇനി ഇത് സഹിച്ചു നിന്നത് മതി, ഇനി ഇതിലിങ്ങനെ പെട്ടു നിന്നത് മതി, ഇനി ഇതിൽ നിന്ന് പുറത്തു വരൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ടവർ മൊമെന്റ് ആണ്. സോ നിങ്ങൾ ഇതുവരെ കെട്ടിപ്പടുക്കിയ ഒരു ലോകം, ഓക്കെ, നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇത് ഓക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ബെറ്റർ ആക്കാം, ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ. ഓക്കെ, വീട്ടിലിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ പറയില്ലേ, വീട്ടിൻ്റെ ഉള്ളിൽ പല സ്ഥലത്ത് ഇങ്ങനെ ചിലപ്പോൾ പൊട്ടലും ഇതൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ വെച്ച് സിമെന്റ് വെച്ച് അല്ലെങ്കിൽ ഇതാക്കി അടച്ച് പെയിന്റ് അടിച്ച് ചിലപ്പോൾ നമ്മൾ മറക്കും അല്ലേ. പക്ഷേ ഫൗണ്ടേഷൻ തന്നെ ഇളകിയിട്ടുണ്ടെങ്കിലോ, നിങ്ങളുടെ ഏറ്റവും അടിത്തറ തന്നെ അടിത്തറ തന്നെ ഇളകിയിട്ടുണ്ടെങ്കിലോ, അപ്പൊ നിങ്ങൾ ഈ മേലെ ഇത് മാത്രം മൂടിയിട്ട് കാര്യമില്ല അല്ലെ. സോ അതുപോലെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ഏറ്റവും റൂട്ടായിട്ടുള്ള കോസിനെ നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ മേലെ ജസ്റ്റ് കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓക്കെ ആവും, ശരിയാവും, ബെറ്റർ ആവും, പോട്ടെ കുറച്ച് സമയം കൂടെ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞ് ഐ തിങ്ക് നിങ്ങൾ തൽക്കാലം നമ്മൾ പറയില്ല എല്ലാം ഇങ്ങനെ ഒരു എന്തിനെങ്കിലും അടിയിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ തള്ളി വെക്കുന്ന പോലെ. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾക്ക് എന്താണോ, ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന രീതിയായിരിക്കാം, നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ മാത്രമല്ല, മേ ബി നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടാവാം, അതും പറയാം. ഓക്കെ, മേ ബി ഒരു ഡെവിൾ എനർജി ഉള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. അവരെ ചിലപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ഇവിടെ ഒരു ഡെവിൾ എനർജി കാണുന്നുണ്ട്. സോ ചില സിറ്റുവേഷൻ നിങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട്, ചിലത് മാറ്റേണ്ടതുണ്ട്. ബിക്കോസ് അവിടെ നിങ്ങൾ എത്ര മേലെ ശരിയാക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. ഓക്കെ,
എന്തായാലും ഈ ബിൽഡിംഗ് ഇവിടെ തകരാനുള്ളതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിനെ എത്ര തൽക്കാലം ഇങ്ങനെ ശരിയാക്കി വെക്കാൻ നോക്കിയാലും ശരിയാവില്ല, ബിക്കോസ് അവിടെ അടിത്തറ ശരിയല്ല. ഓക്കെ, സോ അപ്പോൾ ആ ബിൽഡിംഗ് വീഴുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ തകരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അടിത്തറ തൊട്ട് അത് ശരിയല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, വീണ്ടും പക്ഷെ എന്താണ്, ഇങ്ങനെ വീഴുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാനുള്ള അവസരമാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ തകർന്നു എന്ന് വിചാരിക്കുക, തകർന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ എൻഡിങ് എന്ന രീതിക്കല്ല പറയാം, എപ്പോഴും അതൊരു ന്യൂ ബിഗിനിങ്ങിനുള്ള ഒരു അവസരമാണ്. ഓക്കെ, വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, ഒരു പുതിയ തുടക്കമാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവസാനിക്കുന്നു, ചിലത് പുതിയ തുടങ്ങുന്നു എന്നാണ്. സോ ഇത് കറക്റ്റ് ആയിട്ടാണ് ഇവിടെ രണ്ട് ഭാഗത്ത് വന്നിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഇവിടെ തകർച്ച കാണിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഇവിടെ എൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. വേൾഡ് കാർഡ് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. ഓക്കെ, പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു റീബിൽഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ എന്താണോ തകരുന്നത് അതിനെ തന്നെ നിങ്ങൾക്ക് വീണ്ടും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാം. ഓക്കെ, ചിലപ്പോൾ അതിനെ തന്നെ ബെറ്ററാക്കി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാൻ സാധിക്കും. ഓക്കെ, രണ്ട് തരത്തിലും എടുക്കുക. അതിന് ഓരോരുത്തരുടെ ലൈഫിൽ ഓരോന്നായിരിക്കും. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ഈ ഒരു ടവർ മൊമെന്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യം പക്ഷെ ഇതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് യാത്ര ചെയ്യണം. ഓക്കെ, അവനവൻ്റെ ഉള്ളിലേക്ക് വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ. ഓക്കെ, ബി വിത്ത് യുവർ സെൽഫ്. നിങ്ങളുടെ ഒപ്പം ഇരിക്കുക, നിങ്ങളുടെ കൂടെ മാത്രം ഇരിക്കുക. മറ്റുള്ള എന്താ പറയുക, നോയ്സ്, മറ്റുള്ളവരുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ, ഓരോരുത്തരോട് ഓരോ കാര്യം മറ്റുള്ളവരോട് സംസാരിക്കുന്നതെല്ലാം കുറയ്ക്കുക. വേറെ നിങ്ങളുടെ ഇൻഫ്ലുവൻസുകൾ കുറയ്ക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നായാലും ശരി, എല്ലാം ഒന്ന് വിട്ടൊഴിഞ്ഞ്, ഈവൻ നമ്മുടെ ഫോണ് എല്ലാത്തിൽ നിന്നും ഓക്കെ ഒന്ന് മാറി നിങ്ങൾ കുറച്ചൊക്കെ അവനവനിലേക്ക് തിരിയുക. ഓക്കെ, അവനവൻ്റെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ അവനവനോട് ചോദിക്കുക. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ സോളിനോട് സംസാരിക്കുക, നിങ്ങളുടെ സോളിനോട് സംസാരിക്കുക. നിങ്ങളുടെ സോളിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവും. ഓക്കെ, നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. എന്താണ് നമ്മളുടെ ശരിക്കും എൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് എന്താണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യാനുള്ളത് എന്ന് കുറേ നമ്മൾ പഠിക്കാനുണ്ട്. ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവനവൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അവനവനിലേക്ക് തിരിയുക. ഓക്കെ, ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സന്യാസം എന്നാണ്. മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യെസ് അങ്ങനത്തെ ചെയ്യാം. അല്ലാത്തവർ ജസ്റ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുക, അവനവനോട് സംസാരിക്കുക, കുറച്ച് സമയം എടുക്കുക ഡെയിലി. ഓക്കെ, എല്ലാത്തിൽ നിന്നൊന്ന് വിട്ടുമാറുക. നിങ്ങൾക്ക് നല്ലതല്ല എന്ന്, ബിക്കോസ് ചില ആൾക്കാർ, ചില കൂടെയുള്ള ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അവർക്ക് ഒരുപാട് നെഗറ്റീവ് ടോക്സ് പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, നിങ്ങൾ ഒരുപാടിലേക്ക് എനിക്ക് എങ്ങനെ അവരുടെ അടുത്ത് വിട്ടുമാറാൻ പറ്റുക, അവരെൻ്റെ ഫാമിലി അല്ലേ, എൻ്റെ ഹസ്ബൻഡ് അല്ലേ, എൻ്റെ വൈഫല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഇതല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ കുറേ വിട്ടുകൊടുക്കുന്നുണ്ടാവും. പക്ഷേ അത് നിങ്ങളുടെ സോളിനെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സോളിൻ്റെ ഒരു ട്രൂത്ത് ഉണ്ട്, അതിനെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ അതിലെല്ലാം മാറി നിൽക്കുക. നിങ്ങൾ കാണുന്നത് എന്താണ്, നിങ്ങൾ കേൾക്കുന്നത് എന്താണ്, നിങ്ങൾ ആരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത്, എല്ലാം നിങ്ങൾ ചിന്തിക്കൂ. ഓക്കെ, നിങ്ങൾ ചിന്തിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട് ചില കാര്യങ്ങൾ. അവനവനിലേക്ക് തിരിയൂ. ഓക്കെ, അവനവൻ്റെ സോളിനെ തിരിച്ചറിയൂ, നിങ്ങളുടെ ലൈഫിനെ തിരിച്ചറിയൂ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയൂ. ഓക്കെ, ഇത് ചെയ്തു തുടങ്ങുമ്പോൾ ചില ടവർ മൊമെന്റ് വരാം. ഓക്കെ, സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. ചില മാറ്റം സംഭവിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതിയായിരിക്കാം, നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്ന കാര്യങ്ങളുടെ മാറ്റമായിരിക്കാം വരുന്നത്. നിങ്ങൾ ഇതുവരെ വിചാരിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങൾ വീണ്ടും പുതിയ ചിന്താഗതി കൊണ്ടുവരുന്നതായിരിക്കാം. അങ്ങനെയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഡെയിലി നിങ്ങളുടെ റൊട്ടീൻ നിങ്ങൾ മാറ്റുന്നതായിരിക്കാം. എന്തും ആവാം, ചെറുതും ആവാം, വലുതും ആവാം. ഓക്കെ, ഒരു ജോലി മാറ്റം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്ഥലം മാറ്റം, ജോലി മാറ്റം, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ നിങ്ങളുടെ ചില വ്യക്തികളിൽ നിന്ന് മാറിപ്പോവുക, ചില ജോലി വിട്ട് കളയേണ്ടി വരിക. ബിക്കോസ് അവിടെ എനിക്ക് ശരിയല്ല, അവിടെ എനിക്ക് ഗ്രോത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് വിട്ട് കളയാൻ തയ്യാറാവുക. നിങ്ങളുടെ സ്വന്തം അപ്പം എന്താണ്, പക്ഷെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, യു ആർ ക്രിയേറ്റിംഗ് എ സ്പേസ് എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് നിങ്ങൾക്ക് നല്ലതല്ലാത്തതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റുമ്പോൾ, നിങ്ങൾ എടുത്തു കളയുമ്പോൾ നിങ്ങൾക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് കിട്ടുന്നത്, ഒരു അവസരമാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിവിടെ ലക്ഷ്മിയാണെന്ന് പറയാം, അല്ലെങ്കിൽ ലക്ഷ്മി സരസ്വതിയൊക്കെ വിളിക്കാം നമുക്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ബ്ലെസ്സിങ്സ് ആണ് പറയുന്നത്. ഓക്കെ, വേൾഡ് എന്ന് പറയുമ്പോൾ എനിവേ നിങ്ങൾക്ക് വേണ്ടി ഫുൾ വേൾഡ് തന്നെ ഓപ്പൺ ആവും. ഓക്കെ, ബട്ട് ആ വേൾഡ് ഓപ്പൺ ആവണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ അവനവനിലേക്ക് ഒന്ന് പോകണം, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കണം, അവനവൻ്റെ കൂടെ സമയം ചെലവഴിക്കണം, നിങ്ങളെ തന്നെ മനസ്സിലാക്കണം. നിങ്ങൾ എന്താ ചെയ്യുന്നത്, അതിൽ തെറ്റായതും ശരിയായതും എല്ലാം മനസ്സിലാക്കി നിങ്ങളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കണം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറ്റിയെടുക്കണം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി അബണ്ടൻസ് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു ചേഞ്ചാണ് വരേണ്ടത്. അപ്പോഴേ നിങ്ങൾക്ക് ന്യായമായത് കിട്ടുകയുള്ളൂ, അപ്പോഴാണ് നിങ്ങളുടെ സോളിന് ന്യായമായത് കിട്ടുക. ഓക്കെ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ അവനവനിൽ നിന്ന് പ്രതീക്ഷിക്കൂ. ഓക്കെ, ആൻഡ് യൂണിവേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കൂ. യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാവണം.
ഓക്കെ. സോ ആൻഡ് ഇവിടെ നിങ്ങളുടെ സോൾ ഇസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ജസ്റ്റിസ്. ഓക്കെ, അതിന് പക്ഷേ യെസ്, ഇതാണ് വിട്ടുകളയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ വിട്ടുകളയേണ്ടത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ടവർ മൊമെന്റ് വരേണ്ടത് ഈ കാര്യത്തിനെയാണ്. ഡെവിൾ എന്ന് പറയുന്നത് എന്തുമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു വ്യക്തിയാവാം, ഒരു കാര്യമായിരിക്കാം, ജോലിയായിരിക്കാം, ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് നല്ലതല്ലാത്തൊരു ജോലി, ലൈക്ക് നിങ്ങൾക്ക് ഗ്രോത്ത് ഇല്ലാത്തൊരു ജോലി സ്ഥലം, അങ്ങനെയാവാം. എനിക്ക് ചില ഫ്രണ്ട്സ് ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ എപ്പോഴും താഴ്ത്തി കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഉള്ളിലുള്ള ചില പേടികൾ, ഫിയേഴ്സ്, അതായിരിക്കാം. ഈവൻ അതിനെ വിട്ട് കളയേണ്ടതിൻ്റെ ചില മാറ്റങ്ങൾ ഇവിടെ വരുത്താനുണ്ട്. ചില കാര്യങ്ങളെ നിങ്ങൾ വെട്ടി മാറ്റാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ ന്യായം വരുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഗ്രോത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഡോണ്ട് വറി. പക്ഷേ ഈ ഒരു ചേഞ്ച് ഇത് എളുപ്പമല്ല, ഈ പ്രോസസ്സ് എളുപ്പമല്ല. ഇതിന് ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ ഇന്നിപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇതിപ്പോൾ ഈ വേൾഡ് ഇസ് എൻ എൻഡിങ്, ഒരു കംപ്ലീഷൻ എന്ന രീതിക്ക് പറയും. മേ ബി ഈ ഒരു ഗ്രോത്തിൻ്റെ കംപ്ലീഷൻ ആയിരിക്കാം, നിങ്ങളുടെ വളർച്ചയുടെ കംപ്ലീഷൻ ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വളർച്ചയുടെ കംപ്ലീഷൻ എന്നല്ല, സോറി എന്താ പറയണ്ടേ, തെറ്റിപ്പോയി. നിങ്ങളുടെ ഈ ഒരു തിരിച്ചറിവിൻ്റെ കംപ്ലീഷൻ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വളർച്ച വരുന്നു എന്നാണ്. ഓക്കെ, സോറി, അങ്ങനെയൊക്കെ പറഞ്ഞു പോകല്ലേ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഗ്രോത്ത് ആണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ന്യായം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ന്യായമാണ്. അതിന് വേണ്ടിയുള്ള നിങ്ങൾ ആക്ഷൻ പക്ഷെ നിങ്ങൾ തന്നെ എടുക്കണം. അതാണ് ഇവിടെ. ഓക്കെ, പക്ഷേ മാറ്റം നിങ്ങൾ കൊണ്ടുവരണം. അതിൻ്റെ എന്താ മാറ്റേണ്ടത് എന്നുള്ള ആ തിരിച്ചറിവിനുള്ള ഒരു പീരീഡ് നിങ്ങൾക്ക് ആക്ച്വലി ഐ തിങ്ക് വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസിലായിരിക്കാം. നിങ്ങൾ അവനവനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താ നല്ലത്, എന്താ നന്നല്ലാത്ത എല്ലാം നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഇതിലായിരിക്കാം ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഫേസ് മേ ബി ടവർ ആയിരിക്കും. ഓക്കെ, ടവർ മൊമെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ ടവർ മൊമെൻറ്റ് വരുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് വേറെ നല്ലത് കൊണ്ടുവരും ചെയ്യും, ന്യായം കൊണ്ടുവരും ചെയ്യും. ഓക്കെ, കുറച്ച് അഡ്വൈസ് കാർഡ്സ് കൂടി എടുക്കാം. ഇന്ന് എന്തായാലും ക്ലാസ് സൂപ്പറായില്ലേ. റീബർത്ത്. ഓക്കെ, ന്യൂ ബിഗിനിങ് ഞാൻ പറഞ്ഞുകൂടെ. റീബർത്ത്, അബൻഡൻസ്. ഓക്കെ, വെരി നൈസ്. മിറക്കിൾസ്. വേറെന്താ വേണ്ടത്? ലൈറ്റ്, ബ്യൂട്ടിഫുൾ, സ്ട്രെങ്ത്. വാവ്. ഓക്കെ, സി ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു കാർഡിൻ്റെ അതേ ലുക്ക് ഉണ്ടല്ലേ ഇതിന്. ഇവിടെ ഒരു ആ ബാലൻസിൻ്റെ ഒരു അതേ ഒരു ലക്ഷണം. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയാണ്. സോ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ഈസ് എ കീ ടു ഡീപ്പർ കണക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാർഡായിട്ട് ഇതിനെടുത്തോളൂ. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക, അതും ഒരുതരം ന്യായം തന്നെയാണ് അല്ലേ. പരസ്പരം മനസ്സിലാക്കി അല്ലെങ്കിൽ പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, ആ ഗിവ് ആൻഡ് ടേക്ക് ഈക്വൽ ആവുക എന്നുള്ളത് ഐ തിങ്ക് അത് വരാൻ പോകുന്നു എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ കാണുന്നത്. അതിന് ജസ്റ്റ് കാർഡ് കണ്ടപ്പോൾ പറഞ്ഞു റീബർത്ത് വരുന്നു. എന്തായാലും നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങളെ എന്താണോ ഇവിടെ അവസാനിക്കുന്നത്, ഓക്കെ, എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചാലും, എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിലും അതിനെല്ലാം ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീബർത്ത് ആണ് ഇവിടെ കാണുന്നത്. ഒരു പുതിയ തുടക്കമാണ് എനിക്ക് കാണുന്നത്. എവറി എൻഡ് ഈസ് എ ന്യൂ ബിഗിനിങ്. അതാണ് ഞാൻ ടവർ കാർഡിൻ്റെ പറഞ്ഞത്. എന്തെങ്കിലും എൻഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഓക്കെ, എൻഡിങ്സിനെ ഒരിക്കലും പേടിക്കരുത്. ബിക്കോസ് എൻഡിങ് ഈസ് ഓൾവേസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ടു ബിൽഡ് സംതിങ് ന്യൂ, ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ എന്നാണ്. ഓക്കെ, എപ്പോഴും ഒരു എൻഡിങ് ഇല്ലാതെ ഒരു പുതിയ തുടക്കം വരില്ല, അങ്ങനെയല്ലേ. സോ അത് നിങ്ങൾ ഒരിക്കലും അതിനെ പേടിക്കരുത്. എന്തെങ്കിലും എൻഡിങ് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് യൂണിവേഴ്സിനോട് ചോദിക്കാം. ലയണിനെ പോലെ ആവാം. നിങ്ങൾ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഇത് ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ആക്ച്വലി ആ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് അവനവൻ്റെ ഉള്ളിലേക്ക് പോകണം. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ആരാണ് എന്നുള്ളത് തിരിച്ചറിയണം, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ വർത്ത് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, അത് മറ്റുള്ളവരിൽ നിന്ന് ചോദിക്കാനല്ല പോകേണ്ടത്. ഓക്കെ, ആദ്യം നിങ്ങൾ തിരിച്ചറിയുക, എന്നാൽ മാത്രമേ അത് മറ്റുള്ളവർ കാണൂ. ഓക്കെ, ആ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ നിങ്ങൾ കൊണ്ടുവരിക. യുവർ ഇന്നർ സ്ട്രെങ്ത് ഇസ് ബൗണ്ട്ലെസ്, അൺലീഷ് ഇറ്റ്. നിങ്ങൾ ഈ സ്ട്രെങ്ത്തിനെ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതിനെ പുറത്തു കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെയൊക്കെ പോയിട്ട് എല്ലാവരും ചീത്ത പറഞ്ഞിട്ട് ഇതാക്കി അങ്ങനെയല്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ ദാറ്റ് സൈലൻസ് ഇസ് പവർഫുൾ. ഈ ലയണൊക്കെ ഇങ്ങനെ നിൽക്കണം കണ്ടിട്ടില്ലേ ചില സിനിമയിലൊക്കെ, ഇങ്ങനെ വന്നിങ്ങനെ ആ ഒരു നെപ്പ് നിൽക്കുക അല്ലേ, എന്താ ഒരു ലൈക്ക് നമ്മൾ കണ്ടാൽ തന്നെ നമ്മൾ വാവ് എന്ന് പറഞ്ഞു പോവും. ഒരു അങ്ങനെ ഗർജിക്കൊന്നും വേണ്ട അല്ലേ. ആ വന്ന് നിൽക്കുന്ന ഒരു സീനൊക്കെ നിങ്ങളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ആ വന്നിങ്ങനെ സൈലൻ്റ് ആയിട്ട് വന്നിങ്ങനെ ഒരു നിപ്പ് നിൽക്കുമ്പോൾ വാവ് അല്ലേ, ആ പവറാണ് വേണ്ടത്. സൈലൻസിൽ പവർ ഉണ്ട്. അല്ലാണ്ട് നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടും ചാടിക്കടിച്ചിട്ടും അല്ല ചെയ്യേണ്ടത്. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ, ആ സ്ട്രെങ്ത് നിങ്ങളുടെ കാണിക്കേണ്ടത് നിങ്ങളുടെ സൈലൻസിലാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടുക.
ഓക്കെ, എനിവേ അബണ്ടൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് മിറക്കിൾസ് ആർ എവറിവെയർ. കീപ് ദ ഫെയ്ത്ത്. യെസ്, യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളോട് ട്രസ്റ്റ് വെക്കാൻ, യൂണിവേഴ്സിന്റെ മേലെ ഫെയ്ത്ത് വെക്കാം. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കരുതി. ഓക്കെ, സോ മിറക്കിൾ സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. അബണ്ടൻസ് കംസ് ഫ്രം ഇന്നർ ഫുൾഫിൽമെന്റ് ആൻഡ് ഔട്ടർ എഫേർട്ട്. ഓക്കെ, രണ്ടും വേണം എപ്പോഴും, അല്ലേ? ആദ്യം നിങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം, ആൻഡ് നിങ്ങൾ അതിനുള്ള എഫേർട്ട് ഇടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് അബണ്ടൻസ് വരുന്നുണ്ട്. ആൻഡ് ലൈറ്റ് ഡിസ്പെൽസ് ഡാർക്ക്നെസ്, കീപ് യുവർ ഇന്നർ ലൈറ്റ് ഷൈനിങ്. ഇതും നിങ്ങളുടെ ഇന്നർ ലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്, കണ്ടോ? ഓക്കെ, എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എല്ലാം പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നിങ്ങളുടെ ഇന്നർ ലൈറ്റ്, ഇന്നർ സ്ട്രെങ്ത്, നിങ്ങളുടെ ഓൺ വാല്യൂ. ഓക്കെ, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക, അവനവൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആക്ച്വലി ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട്, ഇവിടെ ഫീനിക്സും ഉണ്ട്. ഇത് രണ്ടും പറയുന്ന റീബർത്തിനെ കുറിച്ചാണ്, അല്ലേ? ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. ഓക്കെ, ഇത് ആക്ച്വലി ബട്ടർഫ്ലൈസ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. ട്രാൻസ്ഫോർമേഷൻ ഈ ടവർ കാർഡുമായിട്ട് മാച്ച് ചെയ്യാം. മാറ്റങ്ങൾ വരാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ. ആക്ച്വലി മാറ്റങ്ങൾ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഈ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാനുണ്ട് എന്നാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇന്നത്തെ ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിചാരിക്കണം. ഓക്കെ, ഐ എം സോറി, സ്പീഡ് കൂട്ടി കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.